പരിപാടി ആശാനെ കാണിച്ചത്. ഡ്രൈവർ കുട്ടപ്പ, വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് കാണാൻ നല്ല ശേല. പക്ഷെ തേയിന്ന് നിന്റെ കാലല്ല, എന്റെ ടയറാ. ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് ഇട്ടു മോനെ? ആദ്യത്തെ ബ്രേക്കാ മുതലാളി. ആ, ഈ ബ്രേക്കിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഞാൻ പിടിക്കും. ഒരു ടിക്കറ്റ് എടുത്തേ. ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം. കിളികുമാരൊന്ന് മാറിയെന്നേ, ഞാനൊന്ന് കയറട്ടെ. ആ ടിക്കറ്റ് എടുത്ത സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കാണിച്ചേ. കൈ നോട്ടക്കാരനാണോ? കൈ നോക്കാനല്ലടോ, ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ. ഇതേതാ ഈ നരകം? പൊന്നു മോനെ രമണ, നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? അത് ചെക്ക് ചെയ്യാൻ ഞാൻ. കഴുതേ, നിന്നോട് ആരോ പറഞ്ഞത് ഇതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ? നാണക്കേടായി പോയല്ലേ മോനെ. നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചു കളാ. ഇന്ന് കാലത്ത് 3-ാം നമ്പർ ബസ് ചെക്ക് ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ അച്ഛാ. പിന്നെ നീ എന്നോട് കാട്ടുപോത്ത് ഇതിനകത്ത് കയറി? മോന് കാണേണ്ടത് ആരെങ്കിലും ഈ ബസ്സിനകത്ത് കയറിക്കാം. അല്ല, ഞാൻ എന്റെ മോനോടല്ലേ ചോദിച്ചേ. അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോനാ? അത് അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ. ആ ടിക്കറ്റ് എടുത്തേ. അയ്യോ, ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അതെന്താ? കണ്ടക്ടർ അളിയനാ ഞാൻ. ആ, കണ്ടക്ടർ മോൻ ഇങ്ങോട്ട് വന്നേ, വാ. അതെ, നീ ഇവന്റെ പെങ്ങളെ കെട്ടിയപ്പോ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്ക് കൊടുത്തുണ്ടോ? അയ്യോ ഇല്ല മുതലാളി. ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും. ആ, ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്കിലും കൈപോക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മുതലാളി? കാറിൽ വെച്ചിട്ട് ഫോളോ ചെയ്യട്ടാ? നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥി കുമാര? പെട്രോൾ പരിശോധിച്ചാൽ കുറച്ച് പഞ്ചാര ഉണ്ട്. എന്നാ അത് നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ ബസ് ഇതിലേ തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം. എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങില്ലേ നല്ലത്. എവിടേക്കല്ലേ പൊട്ടം നോക്കണം. പോവാ.